100-90 കേസും സാക്ഷിയില്ലാത്തോണ്ട് ക്ലോസ് ആയി പോകുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഈ ശവം കൊണ്ടുപോയി കുഴിച്ചു മൂടി കളഞ്ഞാലോ? കുഴിച്ചിടണ്ട, കത്തിച്ചു കളയാം. അപ്പൊ ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല. സിറ്റി വിട്ട് പുറത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫാം ഹൗസ് ഉണ്ടോ? ഉണ്ട്, ഇവിടുന്ന് ഒരുപാട് ദൂരെയാ. ഇപ്പോഴാണെങ്കിൽ അവിടെ വാച്ച്മാൻ പോലും ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ബോഡിയെ കാറിലെടുത്തോണ്ട് പോയി അവിടെ കത്തിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ പോലീസ് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കണം. പുറത്ത് എങ്ങനെ ഇറങ്ങും? ഇവരെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. കുറച്ച് റിസ്ക് എടുത്ത് നമ്മളങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. നമ്മൾ ഒരു കാരണവശാലും ആരും കാണരുത്. വണ്ടി എടുക്കുക. എന്തിനാ അവൾ കാറ് നിർത്തിയത്? പോലീസ് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. പോലീസോ? നോക്ക്, ACP നരസിംഹൻ. വേഗം വണ്ടിയിരിക്കുക. എല്ലാ വെഹിക്കിൾസും ചെക്ക് ചെയ്യണം. ഒറ്റ ഒരെണ്ണം പോലും മിസ്സാവാൻ പാടില്ല. രക്ഷപ്പെട്ടു പോയ 3 കുറ്റവാളികളെയും പിടിച്ചേ പറ്റൂ. എന്താടാ ഇത്? കാർ ലോക്ക് ചെയ്തിട്ട് അവളെ കൂടെ പോകുന്നത്? എക്സ്ക്യൂസ് മീ സാർ. യെസ് മാഡം. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളതെന്ന് ഫോൺ വന്നു. അർജന്റായിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. എന്റേതും സെയിം ഗ്രൂപ്പാ. ഞാൻ പെട്ടെന്ന് പോകണം. എന്റെ കാർ ഒന്ന് വിടാമോ പ്ലീസ്? പറ്റില്ല മാഡം. ജയിലിൽ നിന്ന് 3 തടവുകാർ രക്ഷപ്പെട്ടിരിക്കുക. അവർക്ക് വേണ്ടിയാണ് ഈ സീരിയസ് സെർച്ചിങ്. ഒരു വണ്ടിയും സെർച്ച് ചെയ്യാതെ വിടാൻ പാടില്ലെന്ന് ACPയുടെ സ്ട്രിക്റ്റ് ഓർഡറാ. സർ, എമർജൻസിയാണ് സർ. ഞാൻ പെട്ടെന്ന് പോയില്ലെങ്കിൽ ഒരു ജീവൻ പോകും സർ. പ്ലീസ് സർ. ശരി, നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഈ രജിസ്റ്ററിലൊന്ന് എഴുതിക്കേ. ദാ. ഹേ 304, പറയൂ ഷാർ. ആദ്യം മാഡത്തിന്റെ കാർ ചെക്ക് ചെയ്ത് പറഞ്ഞേക്കേ. മാഡം മാഡം വരൂ മാഡം. ആ പോയിക്കോ മാഡം, വേഗം വാ. പോയിക്കോ, വരൂ വരൂ, പെട്ടെന്ന് വരൂ. വേഗം വന്ന് ഈ ലോക്കൊന്ന് ഓപ്പൺ ചെയ്ത് വരൂ. വേഗം ലോക്ക് തുറക്കും മാഡം, സമയാവുന്നു. കുറെ വണ്ടി ബാക്കി കിടപ്പുണ്ട്. വരൂ മാഡം, ഒന്ന് തുറക്ക്. ഇത് തുറക്കാനല്ലേ പറഞ്ഞത്? ആ കുട്ടി അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണെന്നല്ലോടോ പറഞ്ഞേ. സാർ അത് അത്ര പോലും മനുഷ്യത്തില്ലെങ്കിൽ എങ്ങനെയാ? സാർ അതുകൊണ്ടാ പബ്ലിക്കിന് പോലീസ് എന്ന് പറഞ്ഞ റെസ്പെക്ട് ഇല്ലാതെ പോയത്. ഈ പാക്ക് തിന്ന് തന്റെ തലയിലൊന്നും ഇല്ലാതെ പോയി. ഈ കുട്ടിയെ കണ്ട കുറ്റവാളിയാണെന്നോ കുറ്റവാളികളെ സഹായിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയിക്കോളൂ മാഡം. താങ്ക് യു സർ. ആ വണ്ടി എടുത്ത് മാറ്റ്, വഴി കൊടുക്ക്. ഒന്ന് വേഗമാവട്ടെ.
നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായവൻ ദാ ചിതയിൽ കത്തിക്കൊണ്ടിരിക്കുക. നിന്റെ ഭൂതകാലം ആ ചിതയിൽ കത്തിത്തീരട്ടെ. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാം. പൊയ്ക്കോ. ഹലോ, എന്താ ഉറങ്ങുവാണോ? അല്ല, എങ്ങനെ നിനക്ക് ഉറക്കം വരുന്നു? നിങ്ങളാരാ? ഞാൻ ആരാണ്, എന്റെ അഡ്രസ് എന്താണ്, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഫാം ഹൗസ് ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താ വേണ്ടത്? ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വന്നു. എനിക്ക് എന്ത് വേണമെന്നും എവിടെ വരണമെന്നും ഞാൻ വീണ്ടും ഫോൺ ചെയ്ത് പറയാം. രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദനയെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എൻ്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യേ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവളെ എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി ഇവിടുന്ന്. തളരുത്, തളരുത്. പോ. എന്താ, പേടിച്ചു പോയോ? നീ കൊലപാതകം എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയായിട്ട് ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ? ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ. എന്താ, കളിക്കുവാണോ? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല. വേറൊരു കാളെ ഇടയ്ക്ക് വെച്ച് വന്നപ്പോ ഫോൺ കട്ടായി പോയതാ. നീ
കൊലപാതകത്തെക്കുറിച്ച് ഞാൻ പോലീസിനോട് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 25 ലക്ഷം രൂപ തരണം. മോൾക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പറയൂ പ്ലീസ്, കേട്ടോണ്ടിരിക്കുക. കാശ് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സിറ്റിക്ക് പുറത്തുള്ള അലുമിനിയം ഫാക്ടറിയില് 4ാമത്തെ ഷെഡിന്റെ അടുത്ത് വാ. ഈ കാര്യം മറ്റൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ,